ഇത് പ്രഭാത കാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. 119 സങ്കീർത്തനം 69 വാക്യം. അഹങ്കാരികൾ എന്നെക്കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി, ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് നാം വിധേയപ്പെടാറുണ്ട്. അത് സത്യത്തിൻ്റെ കാര്യത്തിൽ നാം സത്യമായിട്ടും നിലനിൽക്കുമ്പോൾ നാം സമ്മർദ്ദത്തിന് അടിമപ്പെടാറുണ്ട്. അല്ലാതെ നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ കുറ്റങ്ങളൊക്കെയും വന്ന് കുവിഞ്ഞുകൂടുമ്പോൾ അത് മറ്റുള്ളവരെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കുവാനും അല്ലെങ്കിൽ അതിന്മേൽ നമുക്കെതിരെ ദോഷം സംസാരിക്കാനും ഇടയാകുമ്പോൾ നാം സമ്മർദ്ദത്തിലാകാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഉറപ്പ് ദൈവമക്കൾക്ക് ലഭിക്കുന്നത്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ പ്രമാണത്തെ അനുസരിക്കും. എന്ത് പ്രശ്നം വന്നാലും, എന്ത് സങ്കടം വന്നാലും, എന്ത് തകർച്ച വന്നാലും ഞാൻ അനുസരിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കും. പാർഷ്യലായിട്ടല്ല, ഭാഗികമായിട്ടുള്ള ഒരു ചിന്തയിൽ ഒന്നുമല്ല ദൈവത്തെ അനുസരിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ എല്ലാം വിശ്വാസങ്ങൾ എപ്പോഴും ഒരു പൂർണ്ണതയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ അതിന് യാതൊരു പ്രസക്തി ഉണ്ടാകുകയില്ല. അഹങ്കാരികൾ പലപ്പോഴും ദൈവമക്കളെക്കുറിച്ച് പല നുണകളും പറഞ്ഞുണ്ടാക്കും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പല നുണകളും പറഞ്ഞുണ്ടാക്കുമ്പോൾ നമ്മെ അത് വേദനിപ്പിക്കും. എന്നാൽ ഒരു വിശ്വാസിയുടെ ഉറപ്പ് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുക എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രശ്നത്തിൽ നിന്നും, ആ നുണ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നും നമുക്ക് ദൈവം മോചനം തരും. അതിന് യാതൊരു സംശയമില്ല. വിശ്വസിക്കുക. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അഹങ്കാരികൾ നുണ പറഞ്ഞുണ്ടാക്കുമ്പോൾ അവരോട് ഇടപെടണമേ. എന്നാൽ ഞാൻ അങ്ങയുടെ വചനം വിട്ടുമാറുകയില്ലെന്ന് പറയാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.